ആലപ്പുഴയിൽ ഹൗസ് ബോട്ടിൽ നിന്ന് വീണ് ഒരാൾ മരിച്ചു. കർണാടക തുംകൂർ സ്വദേശി ബാലകൃഷ്ണയാണ് രാത്രി 12 മണിയോടെ അപകടത്തിൽപ്പെട്ടത്. ഒരു ബോട്ടിൽ നിന്ന് മറ്റൊരു ബോട്ടിലേക്ക് കടക്കുമ്പോൾ കാൽ വഴുതി കായലിൽ വീഴുകയായിരുന്നു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷാജഹാൻ ചേർന്നുണ്ട്. ഷാജഹാൻ, ഇദ്ദേഹം കർണാടകത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഒപ്പം എത്തിയതായിരിക്കാം. എങ്ങനെയായിരുന്നു രാത്രി 12 മണിയോടുകൂടി ഇദ്ദേഹം മറ്റൊരു ബോട്ടിലേക്ക് കയറുമ്പോഴേയാണ് വീണെന്ന് അറിയുന്നു? മറ്റാരൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ? ആരെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ? മറ്റാരെങ്കിലും? സിജു, അത്തരം മറ്റാർക്കും അപകടം സംഭവിച്ചിട്ടില്ല. ഇദ്ദേഹം രാത്രിയിൽ ഏതാണ്ട് 12 മണിയോടുകൂടി 12 മണിക്ക് മുൻപായിട്ട് ഇദ്ദേഹം തങ്ങൾ സഞ്ചരിച്ചിരുന്ന ബോട്ടിന്റെ തൊട്ട് സമീപത്ത് ഒട്ടനവധി ബോട്ടുകൾ ഇങ്ങനെ ഉണ്ടാവും. ആ ബോട്ടിലേക്ക് കയറി കരയിലേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കവെയാണ് കാൽ വഴുതി ബോട്ട് കരയിലേക്ക് വീണത്. ഇപ്പോൾ ഈ കായലിന്റെ നടുവിൽ വെച്ച് ഇത്തരത്തിൽ ബോട്ടുകൾ നിരന്നു കിടക്കുമ്പോൾ അതിനിടയിലോട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തിരിച്ചുയർന്നു വരാൻ നീന്തൽ അറിയാവുന്നവർക്ക് പോലും ഉയർന്നു വരാൻ കഴിയില്ല. കാര്യം ഈ ബോട്ടിന്റെ അടിയിലായിരിക്കും വീണ്ടും അദ്ദേഹം വന്ന് ഇടിക്കുക. അത്തരത്തിൽ ഏതാണ്ട് ഒരു 2-3 മിനിറ്റ് പെട്ടെന്ന് ആളുകൾ ബോട്ടൊക്കെ മാറ്റി പെട്ടെന്ന് പോലീസും എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹത്തെ പുറത്തെടുക്കാൻ സാധിച്ചു. പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം മരണപ്പെടുകയായിരുന്നു. ഇത്തരം സംഭവങ്ങൾ അടിക്കടി കുട്ടനാട്ടിൽ സംഭവിക്കാറുണ്ട്. കാര്യം ബോട്ടുമായിട്ട് അത്ര പരിചയമില്ലാത്തവരും വെള്ളവുമായിട്ട് പരിചയമില്ലാത്തവരും കൂടുതൽ കോൺഫിഡൻസോടുകൂടി മറ്റു ബോട്ടുകളിലേക്ക് ചാടി കയറുമ്പോൾ ഇങ്ങനെ അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. എന്തായാലും മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിലാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകും. ഇദ്ദേഹം ഈ കായലിൽ വീഴുന്ന സമയത്ത് സമീപത്ത് ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവർ നോക്കി നിൽക്കുകയായിരുന്നു വീണത്. തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് സുഹൃത്തുക്കളോടൊപ്പം മറ്റുള്ളവർ മുൻപോട്ട് പോകുക, അദ്ദേഹം പുറകെ മറ്റൊരു ബോട്ടിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ ഇദ്ദേഹം മാത്രമായിട്ട് വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ഇത് കൂട്ടുകാരൊക്കെ തന്നെ കണ്ട് അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ ഈ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം നടന്നുവെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. കുറച്ച് സമയത്തിന് ശേഷമാണ് ഇദ്ദേഹത്തെ കിട്ടിയത്. അതിനുശേഷം ആശുപത്രിയിൽ എത്തിച്ചപ്പോഴത്തേക്കും അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. ശരി, ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ ഹൗസ് ബോട്ടിൽ നിന്ന് മറ്റൊരു ഹൗസ് ബോട്ടിലേക്ക് കയറുന്നതിനിടെ കർണാടക സ്വദേശി കായലിലേക്ക് വഴുതി വീണ് മരിച്ചു. വിവരങ്ങളാണ് ഷാജഹാൻ നൽകിയത്.